ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മളിന്ന് +1 അക്കൗണ്ടൻസിയുടെ ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ നമ്മൾ ഈ അക്കൗണ്ടിങ് എന്നൊരു ടേം ആദ്യമായിട്ടായിരിക്കില്ല കേൾക്കുന്നുണ്ടായിരിക്കും. ചിലപ്പോൾ നിങ്ങൾ വീട്ടിൽ ആരെങ്കിലുമൊക്കെ അക്കൗണ്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു മേഖല നിങ്ങൾക്ക് പരിചിതമായിരിക്കും. പക്ഷേ ഇതിൻ്റെ ഒരു ഡെഫിനിഷൻ, ഈ ഒരു അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അതെങ്ങനെയാണ് അതിൻ്റെ പ്രൊസീജിയേഴ്സ്, അതിലെന്തെല്ലാം കാര്യങ്ങളുണ്ട്, അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കിയെടുക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇവിടെയാണ് പഠിക്കാൻ പോകുന്നത്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് ചാപ്റ്റർ ഇതൊക്കെയാണ് ഇവിടെ ഡീൽ ചെയ്യണത്. ഇപ്പോൾ നമ്മൾ 10th കഴിഞ്ഞിട്ട് പുതിയൊരു സ്കൂൾ എൻവയോൺമെൻറ്റിലേക്ക് മാറുകയാണല്ലേ. പുതിയ ഫ്രണ്ട്സ്, പുതിയ ക്ലാസ് റൂം എൻവയോൺമെൻറ്റ്, പുതിയ ടീച്ചേഴ്സ് എല്ലാം മാറിയിരിക്കണു അല്ലേ. അപ്പോൾ ചിലവർക്കൊക്കെ അലോട്ട്മെൻറ്റിൽ എവിടെ കിട്ടിയിട്ടുണ്ടായിരിക്കും, വീടിന് തൊട്ടടുത്തുള്ള സ്കൂളുകൾ തന്നെയായിരിക്കും കിട്ടിയിട്ടുണ്ടായിരിക്കുക. ചിലർ കുറച്ചും കൂടി ദൂരമായിരിക്കും, ചിലർ കുറച്ചധികം ദൂരമായിരിക്കും. അപ്പോൾ നിങ്ങളുടെ വേ ഓഫ് ട്രാൻസ്പോർട്ടേഷൻ എങ്ങനെയാണ്? വീടിന് തൊട്ടടുത്തുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും? നടന്നിട്ട് വരും അല്ലേ. സ്കൂളിലേക്ക് നടക്കാവുന്ന ദൂരമല്ലേ ഉള്ളൂ. അല്ലെങ്കിൽ കുറച്ചും കൂടി ദൂരം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചിലവരെന്ത് ചെയ്യും, ഒരു പാരൻസ് മോർണിംഗും ഈവനിങ്ങും ഒക്കെ കൊടുന്നാക്കുന്നുണ്ടായിരിക്കും. ചിലർ സ്കൂൾ പ്രൊവൈഡ് ചെയ്യണ ബസ്സിൽ വരുന്ന കുട്ടികളുണ്ടായിരിക്കാം. കുറച്ചും കൂടി ദൂരം അകലെയാണെങ്കിൽ ലൈൻ ബസ്സിനെ ആശ്രയിച്ചിട്ട് വരുന്ന കുട്ടികളുണ്ടായിരിക്കില്ല. ഒരു ഗ്യാങ്ങൊക്കെ ആയിട്ട്, ഫ്രണ്ട്സൊക്കെ ആയിട്ട് ലൈൻ ബസ്സിലൊക്കെ വരുന്ന കുട്ടികളുണ്ടായിരിക്കില്ല. നിങ്ങളൊക്കെ അതുപോലെ തന്നെയല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും ലൈൻ ബസ്സിൽ വരുന്ന കുട്ടികളാണെന്നൊന്ന് അസ്യൂം ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമുക്കെന്നും സ്കൂളിലേക്ക് വരാനും പോകാൻ നമ്മുടെ കയ്യിൽ കാശ് വേണം അല്ലേ. അപ്പോൾ നമ്മളെ പാരൻസ് നമുക്ക് തരികയാണ്. എന്നും മോർണിംഗ് നമ്മുടെ അച്ഛനും അമ്മയും നമുക്ക് ഡെയിലി നമുക്ക് 10 രൂപ തരികയാണ്. അപ്പോൾ നമുക്ക് സ്കൂളിൽ എത്താനും തിരിച്ചു പോകാനും നമുക്ക് ആകെ 5 രൂപയുടെ ആവശ്യമുള്ളൂ. ആ സമയത്താണ് അച്ഛൻ നമുക്ക് 10 രൂപ തരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഡേ തിങ്കളാഴ്ച നമുക്ക് 10 രൂപ തന്നു. അച്ഛനറിയാം കുട്ടിയുടെ കയ്യിൽ ബാക്കി 5 രൂപ ഉണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ ചൊവ്വാഴ്ച വീണ്ടും അച്ഛൻ നമുക്ക് എന്ത് തരികയാണ്, 10 രൂപ തരികയാണ്. അങ്ങനെ ആ ഒരു വീക്ക് എൻഡ് വരെ അച്ഛൻ നമുക്ക് പൈസ തന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പോകാനും വരാനുള്ള പൈസ. ഈ ഒരു വീക്ക് എൻഡ് ആവണ സമയത്ത് നമ്മളടുത്ത് അച്ഛൻ ചോദിക്കുകയാണ്, മോളെ എത്ര രൂപ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് ചോദിക്കുകയാണ്. ആ സമയത്ത് ചിലവർക്ക് പെട്ടെന്ന് ഓർത്തെടുത്ത് പറയാൻ പറ്റൂലേ, അച്ഛാ എൻ്റെ കയ്യിൽ ഇത്ര പൈസ ബാക്കിയുണ്ട് കേട്ടോ എന്ന് പറയും. അല്ലെങ്കിൽ ചിലവർ ചിലപ്പോൾ ഏതെങ്കിലും ഒരു ദിവസം വല്ല മിഠായി വാങ്ങി കഴിച്ചിട്ടുണ്ടായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചിലവ് നമുക്ക് വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് ഓർത്ത് വെച്ചിട്ട് നമ്മൾ പറയും, അയ്യോ എൻ്റെ കയ്യിൽ ഇങ്ങനെ ചിലവ് വന്നിട്ടുണ്ട്, ഞാൻ ഇത്ര പൈസ ചിലവാക്കിയിട്ടുണ്ട്, ഇത്രയുണ്ട് എൻ്റെ കയ്യിൽ ബാക്കിയുള്ളത് നമ്മൾ പറയില്ലേ. ചിലവർക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ കൂടി പറ്റിയിട്ടുണ്ടായിരിക്കില്ല. അയ്യോ ഞാൻ എന്താ പൈസ ചെയ്തതെന്ന് ആലോചിച്ചിരിക്കുമായിരിക്കും, അങ്ങനെ എണ്ണി കൈ പിടിച്ചിരിക്കുകയായിരിക്കും. ചിലർക്ക് അത് എഴുതി വെക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ നമ്മുടെ ലൈഫിൽ ഡേ ടു ഡേ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ. അപ്പോൾ നമ്മൾ അറിയാതെ തന്നെ ഈ ഒരു അക്കൗണ്ടിങ് പ്രോസസ്സിൻ്റെ ഭാഗമാവുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവിടെ നടക്കുന്നത് എന്ത് തന്നെയാണ്, ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുമ്പോൾ ബിസിനസ്മാൻ എന്ത് ചെയ്യുന്നുണ്ട്, ആ ബിസിനസ്സിൽ വരുന്ന പൈസയുടെ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. ഈ പൈസ ഞാൻ എന്തിനൊക്കെ ചിലവാക്കിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഈ പൈസ വെച്ച് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിയിട്ടുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡായിട്ട് ആര് രേഖപ്പെടുത്തുന്നുണ്ട്, നമ്മുടെ ബിസിനസ്മാൻ രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ എത്രത്തോളം പ്രോഫിറ്റ് എനിക്ക് കിട്ടിയിട്ടുണ്ട്, എനിക്ക് ഈ ഒരു ബിസിനസ് റൺ ചെയ്യുന്ന മൂലം എനിക്ക് നഷ്ടമാണോ ഉള്ളത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അദ്ദേഹം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് ഒരു ബിസിനസ് എന്ത് ചെയ്യുന്നത്, അക്കൗണ്ടിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നതും. നമ്മൾ ഡേ ടു ഡേ ലൈഫിൽ നമ്മൾ അറിയാതെ ചെയ്യുന്നുണ്ട്. ചിലവരെന്ത് ചെയ്യും, നിങ്ങൾ നോക്കി നോക്കൂ, നിങ്ങളുടെ ചിലപ്പോൾ പാരൻസ് ഒരു മാസത്തെ ചിലവൊക്കെ ഒരു ബുക്കിൽ എഴുതി വെക്കുന്ന പാരൻസ് ഉണ്ടായിരിക്കും, നമ്മൾ അറിയുന്നുണ്ടായിരിക്കില്ല. ഇതൊക്കെ തന്നെയാണ് ഒരു ബിസിനസ്സും കൊണ്ടുപോകുന്നത്. അവർ കുറച്ചുകൂടി ലാർജ് എമൗണ്ട് ഓഫ് ക്യാഷ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ട്രാൻസാക്ഷൻസും അത് രേഖപ്പെടുത്തുന്ന രീതികളിലും കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. Accounting is the art of recording, classifying, summarizing, analyzing, and interpreting the financial transactions to provide an accurate picture of an organization's financial performance. ഇവിടെ എന്താണ് പറയുന്നത്, അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ്, സാമ്പത്തിക പ്രകടനത്തിൻ്റെ കൃത്യമായ ചിത്രം നമുക്ക് നൽകുകയാണ്. അവിടെ അവർ നടത്തിയിട്ടുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ, അതുപോലെ ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ, സമ്മറൈസ് ചെയ്യുന്നതിലൂടെ, ഫൈനലി അനലൈസിങ് ആൻഡ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ്റെ ആക്ച്വൽ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പെർഫോമൻസ് എന്താണെന്ന് മനസ്സിലാക്കി തരുന്ന ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അറിയണം അല്ലേ, ആ ഒരു
ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ് എന്നുള്ളത്. അത് പ്രോഫിറ്റിലാണോ, അത് ലോസിലാണോ, നഷ്ടത്തിലാണോ, ലാഭത്തിലാണോ നമ്മളുടെ ഓർഗനൈസേഷൻ റൺ ചെയ്യുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. എങ്ങനെയാണ് നമ്മളത് മനസ്സിലാക്കുക? അത്ര കാലം ആ ഒരു ഓർഗനൈസേഷൻ നടത്തിയിട്ടുള്ള ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, ക്യാഷിൻ്റെ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നതിലൂടെ, അത് ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ, അതുപോലെ അത് സമ്മറൈസ് ചെയ്ത് അനലൈസ് ചെയ്ത് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിലൂടെയാണ് നമ്മൾ ആ ഒരു ഓർഗനൈസേഷൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമ്മൾ വിലയിരുത്തുന്നത്. ഇത്തരത്തിലുള്ള ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് അക്കൗണ്ടിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. അക്കോർഡിംഗ് ടു അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടൻറ്റ് AICPA 1941 ഒരു ഡെഫിനിഷൻ നൽകിയിട്ടുണ്ട്. അക്കൗണ്ടിങ് ഈസ് ദ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money transactions and events which are in part at least of a financial character and interpreting the results thereof. ഇവിടെ എന്താ പറയുന്നത്? നമ്മളുടെ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് ഒരു ആർട്ടാണ്, ഒരു കലയാണ് അല്ലേ. ഇവിടെ എന്തിനെയാണ് നമ്മൾ കലാരൂപത്തിൽ ചെയ്യുന്നത്? ബിസിനസ്സിൽ നടന്നിരിക്കുന്ന ട്രാൻസാക്ഷൻസ്, ഫിനാൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ മോണിറ്ററി ടേംസിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ റെക്കോർഡ് ചെയ്ത ഡാറ്റാസിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അതിനുശേഷം സമ്മറൈസ് ചെയ്യുന്നുണ്ട് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഇപ്പോൾ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ റൺ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ട്രാൻസാക്ഷൻസ് നടക്കൂലേ. ബിസിനസ്സിന് ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ടായിരിക്കാം. അതുപോലെ തന്നെ ഒരുപാട് കച്ചവടം നടക്കൂലേ, സെയിൽ നടക്കും. ഇത്തരത്തിലുള്ള ബിസിനസ്സിൻ്റെ ട്രാൻസാക്ഷൻ എന്ന് വെച്ചാൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ, പണമിടപാടുകളെ നമ്മൾ എന്ത് ചെയ്യാണ്? റെക്കോർഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ക്ലാസിഫൈ ചെയ്യുക. ദെൻ സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻറ്റ് മാനർ. ഇത്തരം പണമിടപാടുകളുടെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ അതിനെ റെക്കോർഡ് ചെയ്യുകയും ക്ലാസിഫൈ ചെയ്യുകയും സമ്മറൈസ് ചെയ്യുകയും ചെയ്യുക. അതിനുശേഷം ഇതിൻ്റെ റിസൾട്ട്സിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഇൻ്റർപ്രറ്റ് ചെയ്യുക. ഇത്തരത്തിലുള്ള ഒരു കലയാണ് അക്കൗണ്ടിങ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഇനി നമുക്ക് നോക്കാനുള്ളത് അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഇത്തരത്തിലുള്ള റെക്കോർഡിങ്ങും ക്ലാസിഫിക്കേഷനും അതുപോലെ സമ്മറൈസിങ്ങും ആൻഡ് ഇൻ്റർപ്രിട്ടേഷനും ഒക്കെ നടക്കണമെങ്കിൽ അവിടെ എന്ത് നടക്കണം? ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടക്കണം അല്ലേ. ഒരു ബിസിനസ്സിൽ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് വേണം, കച്ചവടം നടക്കണം, പണമിടപാടുകൾ നടക്കണം. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഡീൽസ് വിത്ത് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ്. It records only those transactions and events in terms of money which are of a financial character. ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉള്ള ട്രാൻസാക്ഷൻസ്, ഇവൻറ്റ്സ് അല്ലെങ്കിൽ മണിയുടെ രൂപത്തിലുള്ള ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസിനെ ഡീൽ ചെയ്യുക എന്നതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫങ്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് സെക്കൻഡ് ഫങ്ഷൻ എന്ന് പറയുന്നത് റെക്കോർഡിംഗ്. This is the basic function of accounting. It is concerned with recording of business transactions of a financial character in an orderly manner. Accounting is done in the book is called journal. നമ്മൾ പറഞ്ഞു ഒരു ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് നടന്നു. ആ ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ്റെ നമ്മൾ എന്ത് ചെയ്യണം? റെക്കോർഡ് ചെയ്യുക. സിഗ്നിഫിക്കൻറ്റ് മാനർ അനുസരിച്ചിട്ട് ആ ഫിനാൻഷ്യൽ ക്യാരക്ടറിനെ നമ്മൾ എന്ത് ചെയ്യണം? ഒരു പുസ്തകത്തിൽ എഴുതി വെക്കുക. അതുകൊണ്ട് തന്നെ ഇതൊരു ബേസിക് അക്കൗണ്ടിങ് ഫങ്ഷനാണ്. ഇത്തരത്തിൽ നമ്മൾ എഴുതി വെക്കുന്ന ആ ഒരു പുസ്തകത്തിനെ പറയുന്ന പേരാണ്, ആ ബുക്കിനെ പറയുന്ന പേരാണ് ജേർണൽ എന്നുള്ളത്. അപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്നത് എവിടെയാണ്? ജേർണലിലാണ് അല്ലേ. അപ്പോൾ ജേർണലൊക്കെ നമ്മൾ ഇനി ഡീറ്റെയിൽ ആയിട്ട് എന്താണെന്ന് നോക്കൂട്ടോ. തേർഡ് ഫങ്ഷനാണ് ക്ലാസിഫൈയിങ്. Classification is the systematic analysis of the recorded data with a view to bringing together items of a similar nature at a one's place. Classification done in the book of ledger. ഇവിടെ എന്താ പറയുന്നത്? ക്ലാസിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ റെക്കോർഡ് ചെയ്ത ഡാറ്റേനെ ആ ഒരു നമ്മൾ ഒരുപാട് ഡാറ്റാസ് നമുക്ക് കിട്ടും. അതിന് നമ്മൾ എന്ത് ചെയ്യും? ജേർണലിൽ റെക്കോർഡ് ചെയ്യും. അത്തരത്തിൽ എഴുതി വെച്ച ഡാറ്റാസിന് നമ്മൾ എന്ത് ചെയ്യാണ്? ക്ലാസിഫൈ ചെയ്യുക. സിസ്റ്റമാറ്റിക് ഓർഡറിൽ നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുക. അതിനെയാണ് ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. ഈ ക്ലാസിഫൈയിങ് നടക്കുന്നത് ഏത് ബുക്കിലാണ് നമ്മൾ എഴുതി വയ്ക്കുക? ലെഡ്ജറിലാണ്. അപ്പോൾ റെക്കോർഡിംഗ് നടക്കുന്നത് ജേർണലിലും ക്ലാസിഫിക്കേഷൻ നമ്മൾ എവിടെയാണ് എഴുതി വയ്ക്കുന്നത്? ലെഡ്ജറിലുമാണ്. ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിട്ട് പോവുകയാണെങ്കിൽ നമ്മളുടെ സ്കൂൾ ബാഗ് എടുക്കുക. സ്കൂൾ ബാഗിൽ നമ്മൾ പുസ്തകങ്ങൾ ഒതുക്കി വെക്കാറുണ്ടല്ലേ. അപ്പോൾ ടെക്സ്റ്റ് ബുക്കുകളൊക്കെ നമ്മൾ ഒരു സൈഡിൽ വെക്കും. അതിനുശേഷം നമ്മൾ നോട്ട് ബുക്സ് വെക്കും. ഈ ടെക്സ്റ്റ് ബുക്കും നോട്ട് ബുക്കും വെക്കണ ആ ഒരു അറയിലായിരിക്കില്ല നമ്മൾ ലഞ്ച് ബോക്സ് വെക്കുക അല്ലേ. വാട്ടറൊക്കെ നമ്മളത് വേറൊരു വാട്ടർ ബോട്ടിലൊക്കെ വേറെ സ്ഥലത്ത് വെക്കും. ക്യാഷ് നമ്മൾ അതിലാണോ ഇടുക? നമുക്ക് ഡെയിലി ട്രാൻസ്പോർട്ടേഷൻ അത് നമ്മൾ വേറൊരു ബോക്സിൽ വെക്കും അല്ലേ. പെന്നും പെൻസിലൊക്കെ നമ്മൾ വേറെ
ഭാഗത്ത് വെക്കും അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ കാര്യങ്ങളെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട് ഓരോന്നിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട്. ബുക്കുകളുടെ നേച്ചർ വലിപ്പം അനുസരിച്ച് നമ്മൾ അതിനെ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ വേണ്ട സാധനങ്ങളുടെ നേച്ചർ അനുസരിച്ച് നമ്മൾ ഓരോ ഐറ്റംസിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്, ഓരോരോ സിമിലർ പ്ലേസിലേക്ക് മാറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഇവിടെ എന്താ ചെയ്യണത്, നമ്മൾ ബിസിനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഇപ്പോൾ കുറേ ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ബിസിനസ്സിന് വേണ്ടി നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ വിറ്റ് പോകുന്നുണ്ട്, സെയിൽ ആവുന്നുണ്ട്. നമുക്ക് ലാഭം പ്രോഫിറ്റ് കിട്ടണമല്ലോ. അപ്പോൾ നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഒരുപാട് സാധനങ്ങൾ വിറ്റ് പോകുന്നുണ്ട്. അപ്പോൾ സെയിൽ നടന്നതിനൊക്കെ നമ്മൾ ഒരു ഭാഗത്തും, അതുപോലെ നമ്മൾ ഓർഗനൈസേഷനിലേക്ക് വേണ്ടി പർച്ചേസ് ചെയ്ത കാര്യങ്ങളൊക്കെ വേറെ ഭാഗത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, സിമിലർ നേച്ചർ അനുസരിച്ച് മാറ്റി മാറ്റി എഴുതുന്നുണ്ട്. അതാണ് എന്ത് പറയുന്നത്, ക്ലാസിഫൈയിങ് എന്ന് പറയുന്നത്. അത് എഴുതുന്ന ബുക്കാണ് ലെഡ്ജർ. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് സമ്മറൈസിങ്. ദിസ് ഈസ് ദ പ്രസൻറ്റിംഗ് of the classified data in a way which is understandable and useful to the internal as well as external sources. This process leads to preparation of statements like trial balance, income statement and balance sheet. സമ്മറൈസിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലാസിഫിക്കേഷൻ നടത്തിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരാൾക്ക്, പുറത്തുനിന്ന് നോക്കുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ആ ഓർഗനൈസേഷൻ്റെ ഉള്ളിലുള്ള ആളുകൾക്കും ആ ഒരു ഡാറ്റ മനസ്സിലാവുന്ന രീതിയിലും അതുപോലെ തന്നെ യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ സമ്മറൈസിങ് എന്ന് പറയുന്നത്. സമ്മറൈസിങ് പ്രോസസ്സിലാണ് നമ്മൾ ട്രയൽ ബാലൻസ്, അതുപോലെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ്, ദെൻ ബാലൻസ് ഷീറ്റൊക്കെ പ്രിപ്പറേഷൻ നടത്തുന്നത്. ഇപ്പോൾ സമ്മറൈസ് ചെയ്യണ സമയത്ത് നമ്മളൊരു ഓർഗനൈസേഷൻ്റെ എംപ്ലോയി ആണെന്ന് വെക്കുക. അപ്പോൾ നമ്മളെടുത്ത് അതിൻ്റെ ഓണർ വന്ന് ചോദിക്കുകയാണ്, ഇപ്പോൾ നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഒക്കെ എങ്ങനെയാണ്, ആ ഡാറ്റാസൊക്കെ ഒന്ന് എടുക്കുമെന്ന് പറയുമ്പോൾ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാൻ, അവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ ഡാറ്റാനെ ക്ലാസിഫൈ ചെയ്യുകയാണ്. അതാണ് സമ്മറൈസിങ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഗവൺമെൻറ് നമ്മളെടുത്ത് ചോദിക്കുക എന്ന് വെച്ചാൽ ഔട്ട്സൈഡ് എക്സ്റ്റേണൽ യൂസർ, ഗവൺമെൻറ് ടാക്സിൻ്റെ കാര്യത്തിനൊക്കെ നമ്മളെടുത്ത് ഫിനാൻഷ്യൽ ഡാറ്റാസ് ചോദിക്കുന്ന സമയത്ത് അവർക്ക് മനസ്സിലാവുന്ന രീതിയിലും അവർക്ക് യൂസ്ഫുൾ ആവുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഡാറ്റാസിനെ സമ്മറൈസ് ചെയ്ത് പ്രസൻറ്റ് ചെയ്യുന്നതാണ് സമ്മറൈസിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ്സ്. The recorded financial data are analyzed and interpreted in such a way that the end users can make a meaningful judgment about the financial positions. ഇപ്പോൾ നമ്മളുടെ സമ്മറൈസിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മളുടെ ആ ഫിനാൻഷ്യൽ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്യുക, അതുപോലെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മീനിങ് ഫുൾ ജഡ്ജ്മെൻറ്റ് നമുക്ക് നടത്താനായിട്ട് സാധിക്കും. എന്തിനെ കുറിച്ചിട്ട്, ആ ഫിനാൻഷ്യൽ പൊസിഷൻ എന്താണ്, ആ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ജഡ്ജ്മെൻറ്റ് ചെയ്യുക എന്നതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഒരു എൻഡ് യൂസറിന് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഓണർക്കോ ഈ ഒരു ബിസിനസ് ഓർഗനൈസേഷൻ ഇത് റൺ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ലാഭമാണ് അല്ലെങ്കിൽ നമുക്ക് നഷ്ടമാണ് എന്നുള്ള ആ ഫിനാൻഷ്യൽ പൊസിഷൻസ് മീനിങ് ഫുള്ളായിട്ട് ജഡ്ജ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷനിലൂടെ. നെക്സ്റ്റ് ഫംഗ്ഷൻ ആണ് കമ്മ്യൂണിക്കേറ്റ്സ്. ആഫ്റ്റർ ബീങ് അനലൈസ്ഡ് ആൻഡ് ഇൻ്റർപ്രറ്റഡ് ദ അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ഹാസ് ടു ബി കമ്മ്യൂണിക്കേറ്റഡ് ഇൻ എ പ്രോപ്പർ ഫോം ആൻഡ് മാനർ ടു ദ പ്രോപ്പർ പേഴ്സൺ. ഇവിടെ എന്താ പറയുന്നത്, ആരാണോ ആവശ്യക്കാർ, പ്രോപ്പറായിട്ടുള്ള പേഴ്സൺ ആരാണോ അവർക്ക് നമുക്ക് പ്രോപ്പറായിട്ട് നമ്മളുടെ ഡാറ്റാസ് നമ്മൾ അനലൈസ് ചെയ്ത് ഇൻ്റർപ്രിട്ടേഷന് ശേഷം നമ്മളുടെ ഡാറ്റാസ് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട്, ആവശ്യക്കാർക്ക് അത് കൊടുക്കാനായിട്ട് നമുക്ക് എന്ത് സാധിക്കുന്നുണ്ട്, ഇതിൻ്റെ ഒരു ഫംഗ്ഷനാണ്. നമ്മളടുത്ത് ചോദിക്കുകയാണ്, ഗവൺമെൻറ് ചോദിക്കുകയാണ്, നിങ്ങളുടെ ടാക്സിൻ്റെ ഡീറ്റെയിൽസ് എടുക്കൂ, നിങ്ങളുടെ ബാലൻസ് ഷീറ്റ് എടുക്കൂ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവരായിട്ട് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് എന്താണ്, ഈ അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് ആണ് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ മെയിൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് അക്കൗണ്ടിങ് ആണ്. അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോണത്. ഫസ്റ്റ് വൺ ആണ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. Accounting is done to keep a systematic record to financial transactions. We have seen that accounting emerged as an aid to human memory. നമുക്കറിയാം ഒരുപാട് ബിസിനസ് ട്രാൻസാക്ഷൻസ് നടക്കുന്നുണ്ടായിരിക്കും അല്ലേ ഒരു ഓർഗനൈസേഷനിൽ. അപ്പോൾ അത്തരം ബിസിനസ്
ട്രാൻസാക്ഷൻ നമുക്ക് ഓർത്തെടുത്ത് പിന്നീട് അത് പറയാൻ നമുക്ക് സാധിക്കില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്രയും ട്രാൻസാക്ഷൻസൊക്കെ നമ്മളൊരു റെക്കോർഡിക്കലി കീപ്പ് ചെയ്യണത്. അപ്പോൾ അത് നമുക്ക് ഫർദർ ഫ്യൂച്ചറിൽ നമുക്കൊരു സ്ട്രോങ് എവിഡൻസ് ആയിട്ട് യൂസ് ചെയ്യാൻ കൂടിയായിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യണത്. അല്ലെങ്കിൽ നമ്മളുടെ ഒരു ഓർഗനൈസേഷൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഇത്തരത്തിലുള്ള റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു മെയിൻ ഫങ്ഷൻ അല്ലെങ്കിൽ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ടു മെയിൻറ്റെയിൻ റെക്കോർഡ്സ് ഓഫ് ബിസിനസ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ ബിസിനസ് റെക്കോർഡ്സുകൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് ഫോർ ഫർദർ ഫ്യൂച്ചർ പർപ്പസിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരത്തിലുള്ള റെക്കോർഡുകൾ, ബിസിനസ്സിലെ റെക്കോർഡുകൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. സെക്കൻഡ് വണ്ണാണ് കാൽക്കുലേഷൻ ഓഫ് profit and loss. The most important objective of any organization is to earn profit. Accounting helps is ascertain whether an enterprise has earned profit or sustained loss in running the business. നമുക്കറിയാം ഏതൊരു ഓർഗനൈസേഷനും റൺ ചെയ്യുക എന്തായിരിക്കും അതിൻ്റെ മോട്ടീവ് എന്ന് പറയുന്നത്, പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളത് തന്നെയായിരിക്കും അല്ലേ. എത്രത്തോളം പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാം, എത്രത്തോളം ലാഭം നമുക്ക് ഉണ്ടാക്കാം എന്നതിന് തന്നെയായിരിക്കും ഏതൊരു ഓർഗനൈസേഷനും ഫോക്കസ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കും. ഇപ്പോൾ നമ്മളൊരു ഫ്യൂച്ചറിലൊരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഫോക്കസ് ചെയ്യണതും എന്താണ്, ആ ഒരു ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് എന്താണ് ലാഭം, എത്രത്തോളം പ്രോഫിറ്റ് നമുക്ക് കിട്ടും എന്നല്ലേ. അപ്പോൾ അത്തരത്തിലുള്ള പ്രോഫിറ്റ് ആണോ ലോസ് ആണോ ഇതൊക്കെ കാൽക്കുലേഷനും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അക്കൗണ്ടിങ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എത്രത്തോളം പ്രോഫിറ്റ് ഉണ്ടായി അല്ലെങ്കിൽ എത്രത്തോളം ലോസ് ഉണ്ടായി ഇതൊക്കെ അസർട്ടൈൻ ചെയ്യുക എന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. നെക്സ്റ്റ്, ടു അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ. നേരത്തെ പറഞ്ഞതുപോലെ ബിസിനസ് മാൻ എന്ത് ചെയ്യണം, എപ്പോഴും ബിസിനസ്സിൻ്റെ പൊസിഷൻസ് അറിയണം. The businessman is always interested to knowing his financial position. നേരത്തെ പറഞ്ഞത് തന്നെ എന്താണ്, ബിസിനസ് മാൻ എന്ത് അറിയണം, ആ ബിസിനസ്സിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഫിനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയാണ്, പ്രോഫിറ്റ് ആണോ ലോസ് ആണോ, തൻ്റെ ബിസിനസ് ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അക്കൗണ്ടിങ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ആണ് ടു മേക്ക് ഇൻഫർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ് ഓഫ് യൂസേഴ്സ്. ഇവിടെ എന്താ പറയുന്നത്, അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ ഒബ്റ്റെയിൻ ഫ്രം റെക്കോർഡ്സ് ഷുഡ് ബി കമ്മ്യൂണിക്കേറ്റഡ് ടു ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ലൈക്ക് ഓണേഴ്സ്, ക്രെഡിറ്റേഴ്സ്, ബാങ്ക്സ്, ഗവൺമെൻറ് എക്സെട്ര. ഇപ്പോൾ നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ മാത്രമാണോ ആ ബിസിനസ്സിൻ്റെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയുക, എൻ്റെ ഓർഗനൈസേഷൻ്റെ കാര്യം ഞാൻ മാത്രം അറിഞ്ഞാൽ മതി എന്നാണോ? ഒരിക്കലും അല്ല. നമ്മളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ നിലനിൽക്കുന്നത് അല്ലേ. അപ്പോൾ അത്തരത്തിൽ നമ്മളൊരു സൊസൈറ്റിയിൽ നിലനിൽക്കുമ്പോൾ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ ഓർഗനൈസേഷനെ കുറിച്ചിട്ട് ഗവൺമെൻറ് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ അവിടെയുള്ള നമ്മൾ കടമെടുത്തിട്ടുള്ള ക്രെഡിറ്റേഴ്സ്, ബാങ്കിൽ നമ്മൾ ലോൺ എടുത്തിട്ട് ബാങ്ക് നമ്മളടുത്ത് ചോദിക്കുകയാണ് എന്താണ് നിങ്ങളുടെ ഫിനാൻഷ്യൽ പൊസിഷൻ എങ്ങനെയാണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ അവർക്കും കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻഫോർമേഷൻ അവൈലബിൾ ആവുന്ന തരത്തിലായിരിക്കും ഒരു ബിസിനസ്സിൻ്റെ അക്കൗണ്ടിങ് പ്രോസസ്സ് നടക്കുക. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, എൻഷുർ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർക്കും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, ബിസിനസ്സിൻ്റെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ളവരുമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നത് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവാണ്. ഫസ്റ്റത്താണ് ടു മെയിൻറ്റെയിൻ റെക്കോർഡ് ടു ബിസിനസ്, സെക്കൻഡ് വൺ കാൽക്കുലേഷൻ ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ്, നെക്സ്റ്റ് ടു അണ്ടർസ്റ്റാൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ, ആൻഡ് ലാസ്റ്റ് വൺ ടു മേക്ക് ഇൻഫോർമേഷൻ അവൈലബിൾ ടു വേരിയസ് ഗ്രൂപ്പ് ഓർ യൂസേഴ്സ്. ഇനി നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളതാണ് ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് ഇൻഫോർമേഷൻ. ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഒരുപാട് ട്രാൻസാക്ഷൻസിന് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് അല്ലേ. ആ ഒരു പ്രോസസ്സാണ് നമ്മൾ അക്കൗണ്ടിങ് എന്ന് പറയുക. അപ്പോൾ പലതരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ റെക്കോർഡ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അക്കൗണ്ടിങ് അല്ലെങ്കിൽ ഒരു അക്കൗണ്ടൻറ്റിൻ്റെ ജോലി കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ ആവുകയാണ്, എല്ലാ കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ റെക്കോർഡ് ചെയ്യുമ്പോൾ. അപ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അക്കൗണ്ടിങ്ങിനെ ബ്രാഞ്ചസുകളായിട്ട് തിരിച്ചു, അല്ലെങ്കിൽ പലതരത്തിലും ടൈപ്സുകളായിട്ട് തിരിച്ചു. അതിൽ നമുക്ക് 2-3 പഠിക്കാനുള്ളൂ: ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്, മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ആൻഡ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഫസ്റ്റ് വണ്ണാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്.
ഇതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫർദർ നമ്മളിനി ഒരു PGക്കൊക്കെ UGക്കൊക്കെ പോണ സമയത്ത് നമ്മൾ ഡിഗ്രി ഒക്കെ എടുക്കുന്ന സമയത്ത് നമ്മൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ടെക്സ്റ്റ് ബുക്ക് ഒരു സബ്ജക്റ്റ് ആയിട്ട് തന്നെ പഠിക്കുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്ത് പോകണുള്ളൂ എന്താണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഇറ്റ്സ് എൻ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. ദ ഒബ്ജക്റ്റ് ഓഫ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് ഈസ് ടു ഫൈൻഡ് ഔട്ട് ദ റിസൾട്ട് ഓഫ് ഓപ്പറേഷൻ. ദാറ്റ് മീൻസ് സക്സസ് ഓർ ഫെയിലിയർ ആൻഡ് പ്രൊവൈഡ് ഇൻഫോർമേഷൻ അബൌട്ട് ഫിനാൻഷ്യൽ പൊസിഷൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ ആകെ വരുന്ന ക്വസ്റ്റിന് ചോദിക്കുക എന്താണെന്ന് വെച്ചാൽ വാട്ട് ഈസ് ദ ഒറിജിനൽ ഫോം ഓഫ് അക്കൗണ്ടിങ്. അതാണ് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്. ഫിനാൻഷ്യൽ അക്കൗണ്ടിങ് എന്ന് പറയുന്നത് അക്കൗണ്ടിങ്ങിൻ്റെ ഒറിജിനൽ ഫോമാണ്. ഈ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഒരു ഓർഗനൈസേഷൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് ഇതിൻ്റെ പൊസിഷൻ അറിയുക. അത് സക്സസ് ആണോ ഫെയിലിയർ ആണോ വീക്ക് ആണോ പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഫേം ആണോ പ്രവർത്തിക്കുന്നത്, ഇതിനെ മനസ്സിലാക്കുന്നതാണ് ഇതിൻ്റെ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ്. മാനേജ്മെൻറ്റ് അക്കൗണ്ടിങ് ഈസ് കൺസേൺഡ് വിത്ത് അക്കൗണ്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ഈസ് യൂസ്ഫുൾ ടു മാനേജ്മെൻറ്റ്. നമ്മളുടെ ഫിനാൻഷ്യൽ പൊസിഷൻസ് ഒക്കെ മാനേജ്മെൻറ്റിനെ അറിയിക്കുക, അല്ലെങ്കിൽ അവർക്ക് അത് കുറച്ചും കൂടി ഈസി ആയിട്ട് മനസ്സിലാക്കുന്ന അവിടെ ഈ മാനേജ്മെൻറ്റ് അക്കൗണ്ട് കൺസേൺ ചെയ്യുന്നത് എന്താണ്, മാനേജ്മെൻറ്റിന് യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. ലാസ്റ്റ് വണ്ണാണ് കോസ്റ്റ് അക്കൗണ്ടിങ്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് അക്കൗണ്ടിങ് ഫോർ കോസ്റ്റ്. ഇറ്റ്സ് എ ഫോർമൽ മെക്കാനിസം ബൈ വിച്ച് കോസ്റ്റ് ഓഫ് പ്രോഡക്ട്സ് ഓർ സർവീസ് ആർ അസൈൻഡ് ആൻഡ് കൺട്രോൾ. ഇപ്പം നമ്മൾ നമുക്കൊരു ബോട്ടിക്കാണെന്ന് വെക്കാം. നമുക്കപ്പോൾ അവിടെ നമ്മൾ പ്രൊഡക്റ്റുകൾ റോ മെറ്റീരിയൽ എന്ന് വെച്ചാൽ നമുക്ക് ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങളെയാണ് നമ്മൾ റോ മെറ്റീരിയൽ എന്ന് പറയുക. അപ്പോൾ നമ്മൾ റോ മെറ്റീരിയൽസ് ഇറക്കില്ല. ഇപ്പോൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഒരു എന്താ പറയുക, ഇപ്പോൾ നമ്മൾ ഒരു തയ്യൽ കട തുടങ്ങാമെന്ന് വയ്ക്കുക. അപ്പോൾ നമുക്ക് അവിടെ എന്ത് വേണം, മെഷീൻസ് വേണം, പിന്നെ ക്ലോത്ത്സുകൾ വേണം, അല്ലെ മെറ്റീരിയലുകൾ വേണം, ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ കോസ്റ്റൊക്കെ എത്രയാണ് അസേർട്ടൈൻ ചെയ്യുക. അങ്ങനെയുള്ള പ്രൊഡക്റ്റിൻ്റെ കോസ്റ്റും സർവീസസും അസേർട്ടൈൻ ചെയ്യുന്നത് എവിടെയാണ്, കോസ്റ്റ് അക്കൗണ്ടിങ്ങിലാണ്. ഇത്രയാണ് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ്ങിൽ പറയണത്. നമ്മളിന്ന് നോക്കിയത് എന്തൊക്കെയാണ്, എന്താണ് അക്കൗണ്ടിങ്, അക്കൗണ്ടിങ്ങിൻ്റെ മീനിങ് ആൻഡ് ഡെഫിനിഷൻ നോക്കി, അതിനുശേഷം അക്കൗണ്ടിങ്ങിൻ്റെ ഫങ്ഷൻസ് എന്തെല്ലാം നോക്കി, ഒബ്ജക്റ്റീവ്സ് നോക്കി, ലാസ്റ്റായിട്ട് നമ്മൾ ടൈപ്സ് ഓഫ് അക്കൗണ്ടിങ് എന്തൊക്കെയാണെന്ന് നോക്കി. ക്ലാസ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെ ബേസിക് ടേംസും അക്കൗണ്ടിങ്ങിൻ്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ഒക്കെ നോക്കാം. താങ്ക് യു ടു ഓൾ.